നമസ്കാരം. ഗുജറാത്തിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണുണ്ടായ അപകടത്തിൽ 241 പേരാണ് കൊല്ലപ്പെട്ടത്. ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകട കാരണത്തെക്കുറിച്ചുള്ള പലതരം അഭ്യൂഹങ്ങൾ ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുകയാണ്. എന്തായാലും DGCA വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമാവുക വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് ആണ്. ഇതിൽ നിന്ന് ലഭിക്കുന്ന വിവരമായിരിക്കും അപകട കാരണത്തെക്കുറിച്ച് കൃത്യമായൊരു ഉത്തരത്തിലേക്ക് എത്തുക. എന്താണ് ബ്ലാക്ക് ബോക്സ്, എങ്ങനെയാണ് ഇത് അന്വേഷണത്തെ സഹായിക്കുക തുടങ്ങിയ വിവരങ്ങൾ പരിശോധിക്കാം. വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് റെക്കോർഡിംഗ് ഉപകരണമാണ് ബ്ലാക്ക് ബോക്സ്. വിമാനാപകടങ്ങളുടെ കാരണങ്ങൾ കണ്ടെത്തുന്നതിന് അന്വേഷണ സംഘങ്ങൾക്ക് നിർണായകമായ വിവരങ്ങൾ നൽകാൻ ഇത് സഹായിക്കും. ബ്ലാക്ക് ബോക്സ് എന്നാണ് പേരെങ്കിലും ഇവയുടെ നിറം ഓറഞ്ചാണ്. അപകട സ്ഥലത്ത് വെച്ച് എളുപ്പത്തിൽ കണ്ടെത്താൻ വേണ്ടി സ്റ്റീൽ അല്ലെങ്കിൽ ടൈറ്റാനിയം കൊണ്ട് നിർമ്മിച്ച ശക്തമായ ലോഹ കവചമാണ് ഇവയ്ക്കുണ്ടാവുക. തീ, വെള്ളം എന്നിവയിൽ നിന്നും പ്രതിരോധിക്കാനാണ് ഇത് വിമാനത്തിൻ്റെ പിൻവശത്തായാണ് സ്ഥാപിച്ചിരിക്കുന്നത്. കാരണം അപകട സമയത്ത് പിൻഭാഗത്ത് ആഘാതം കുറവായിരിക്കും എന്നതിനാൽ തന്നെ ഇവിടെയാണ് ബ്ലാക്ക് ബോക്സുകൾ സൂക്ഷിക്കുക. ബ്ലാക്ക് ബോക്സ് എന്നത് 2 പ്രധാന ഉപകരണങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അതിലൊന്ന് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ എന്ന FDR, രണ്ടാമത്തേത് കോക്പിറ്റ് വോയിസ് റെക്കോർഡർ എന്ന CVR എന്നിവയാണ്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ അതിനിർണായകമാണ്. ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ വിമാനത്തിൻ്റെ സാങ്കേതിക വിവരങ്ങൾ, ഉയരം, വേഗത, ദിശ, എൻജിൻ പ്രവർത്തനം, നിയന്ത്രണ ഉപകരണങ്ങളുടെ സ്ഥാനം തുടങ്ങിയ 80-ലധികം ഡേറ്റ പോയിന്റുകൾ റെക്കോർഡ് ചെയ്യും. ഇനി കോക്പിറ്റ് വോയിസ് റെക്കോർഡർ പൈലറ്റുമാരുടെ സംഭാഷണങ്ങൾ, റേഡിയോ ആശയവിനിമയങ്ങൾ, മുന്നറിയിപ്പ് ശബ്ദങ്ങൾ, എൻജിൻ ശബ്ദങ്ങൾ തുടങ്ങിയ കോക്പിറ്റിലെ ശബ്ദങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ഉപകരണമാണ്. ബ്ലാക്ക് ബോക്സിലൂടെ എന്തൊക്കെ കണ്ടെത്താൻ സാധിക്കുമെന്ന് നോക്കാം. മെക്കാനിക്കൽ ഇററുകൾ, പൈലറ്റിൻ്റെ പിഴവ്, കാലാവസ്ഥാ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റ് ബാഹ്യ ഘടകങ്ങൾ, അതായത് ഉദാഹരണത്തിന് പക്ഷികൾ ഉണ്ടാക്കുന്ന ആഘാതം തുടങ്ങി എന്താണ് അപകടത്തിൻ്റെ കാരണമെന്ന് ബ്ലാക്ക് ബോക്സ് പരിശോധിക്കുന്നതിലൂടെ കണ്ടെത്താൻ സാധിക്കും. വിമാനാപകടത്തിൽ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തവരുടെ കുടുംബത്തിന് നിയമപരമായ സഹായങ്ങൾക്ക് ബ്ലാക്ക് ബോക്സ് ഡേറ്റ ഉപകാരമാകും. എയർലൈനിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചയടക്കം തെളിയിക്കാൻ ഇത് ഉപയോഗിക്കാം. ഇത് ബാധിത കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം തേടാൻ സഹായിക്കും. ബ്ലാക്ക് ബോക്സ് നിർണായകമായ ചില കേസുകൾ നമുക്ക് മുന്നിലുണ്ട്. 2009 എയർ ഫ്രാൻസ് ഫ്ലൈറ്റ് 447 അപകടത്തിൽ 10,000 അടിയിലധികം ആഴത്തിൽ നിന്ന് കണ്ടെടുത്ത ബ്ലാക്ക് ബോക്സ് സ്പീഡ് സെൻസറുകളുടെ ഫെയിലറും അതുപോലെ തന്നെ പൈലറ്റിൻ്റെ റെസ്പോൺസും അപകടത്തിന് കാരണമായതായി കണ്ടെത്തിയിരുന്നു. 2015 ജർമ്മൻ വിങ്സ് ക്രാഷിലും മലേഷ്യ എയർലൈൻസ് MH370, MH17 സംഭവങ്ങളിലും ബ്ലാക്ക് ബോക്സ് ഡേറ്റ നിർണായകമായിരുന്നു. DGCAയുടെ നടപടി എന്താകുമെന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. ബ്ലാക്ക് ബോക്സ് ഡേറ്റ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അഥവാ DGCA അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ, അതായത് AAIB ഫോറൻസിക് ലാബിലേക്ക് അയക്കുന്നതായിരിക്കും. ഡേറ്റ വിശകലനത്തിന് ദിവസങ്ങളെടുത്തേക്കും. ബ്ലാക്ക് ബോക്സിന് സംഭവിച്ച കേടുപാടുകൾ കൂടി ആശ്രയിച്ചായിരിക്കും ഇത്. എന്തായാലും പലതരം അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്ന അഹമ്മദാബാദ് വിമാനാപകടത്തിലെ യാഥാർത്ഥ്യം അറിയാൻ ബ്ലാക്ക് ബോക്സിൻ്റെ പങ്ക് നിർണായകമാകും.